ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളി സാമ്പാറാണ്. ചെറിയ ഉള്ളി കൊണ്ടൊരു സാമ്പാറാണ്. ഇത് പെട്ടെന്ന് നമുക്ക് രാവിലെ പെട്ടെന്ന് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. അപ്പൊ അതിന് ഞാൻ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക്. ഇത് കഴുകിയൊക്കെ വെച്ച പരിപ്പാണ്, വെള്ളത്തിലിട്ട് പുതർത്തി കഴുകി വെച്ചതാണ്. എന്നാൽ പെട്ടെന്ന് ആവുമല്ലോ. മുളക്, കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ഉപ്പ്. ഇത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം വേവട്ടെ, പരിപ്പ് നല്ലോണം വേവട്ടെ. അല്ല സോറി, ഇത് ഇടണം, ഞാൻ പറയാൻ മറന്നുപോയി. ഉള്ളി ഇടണം, ചെറിയ ഉള്ളി ഇടണം. ഇത്ര തോനെ ചെറിയ ഉള്ളിയുണ്ട്, അത് പകുതിയാക്കി മുറിച്ചത്. അത് എത്രയും തോനെ ഉള്ളി ഇടുന്ന അത്രയും ഈ സാമ്പാർ ടേസ്റ്റ് ആയിരിക്കും. ഈ ഉള്ളിയൊക്കെ വെന്തിട്ട് നല്ലോണം ഉടയണം, അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഇനി ഞാൻ കുക്കർ പൂട്ടി വെച്ചിട്ട് ഇത് വേവിക്കട്ടെ. പരിപ്പ് വെന്തിട്ടുണ്ട്, ഉള്ളി ഇതുപോലെ നല്ലോണം ഉടയണം. ഇനി തക്കാളി ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഷ്ണം, ഞാൻ എന്തെങ്കിലും ഒരു കഷ്ണം ഇടും. ഞാൻ വെണ്ട മാത്രം ഇട്ട്, ചിലപ്പം ക്യാരറ്റ് ഇടുള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ള ഒരു കഷ്ണം ഇട്ടാൽ മതി, ഒരുപാട് കഷ്ണം വേണ്ട. ഇത് ഇടുക. എന്നിട്ട് ഒന്നുകൂടിയും നല്ലോണം വേവിക്കുക. ഒന്നുകൂടി ഈ വെണ്ട വെന്തോട്ടെ കത്തിച്ചിട്ട്. ഇതായി വെണ്ട ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും മുളക് പൊടിയുടെ ആവശ്യമുണ്ട് തോന്നുന്നു. കുറച്ചും കൂടി മുളക് പൊടി ഇടട്ടെ. പച്ചമുളകൊന്നും ഇടുന്നില്ല, മുളക് പൊടി തന്നെയാണ് ഇടുന്നുള്ളൂ. കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട്. ഇതിൽ ഞാൻ കായം അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല, വെറും ആക്കുന്നുള്ളൂ. വേഗം എളുപ്പം കഴിയാൻ, രാവിലെ തിരക്കിൽ വേഗം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അത്. ഈ വെണ്ടയും തക്കാളിയൊക്കെ ഒന്ന് ഇതൊന്ന് വേവട്ടെ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെണ്ട നല്ലോണം വേവുന്നുണ്ട്, കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. വെണ്ട വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇവിടെ ഈ സാധാ അരവില്ലേ, മഞ്ഞ അരവ്, അത് കുറച്ച് ചേർക്കുക. ഇത്രയേ പണിയുള്ളൂ. രാവിലെയൊക്കെ വേഗം എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ചെറിയ ഉള്ളിന്റെ നല്ല ടേസ്റ്റായി സാമ്പാർ. ഇത് ഇഡ്ഡലിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ലൂസാക്കാം. ഞങ്ങളിതിപ്പോൾ ചോറിന് എടുക്കുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലിക്ക് കുറച്ച് ലൂസിൽ, ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ നല്ലത്. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ വറവിടാൻ പോകുന്നത്, അതായത് ഞാൻ മാറ്റി വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. കുറച്ച് കടുകിടുക, കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇടുന്നുണ്ട്. പിന്നെ കരുവേപ്പില, കുറച്ച് ജീരകം, ഇതൊക്കെ പാട് കൂടി മൂപ്പിച്ചിട്ട് ഇത് സാമ്പാറിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് വയ്ക്കേണ്ടത് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.